പഞ്ചതത്വ നമ്മുടെ പഞ്ചതത്വയിൽ വരുന്ന ഒരാളാണ് ഗദാധർ പണ്ഡിറ്റ്. പഞ്ചതത്വ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചതത്വ എന്താന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണന്റെ തന്നെ 5 അംശങ്ങളാണ് പഞ്ചതത്വ. അതില് സ്വയം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ, അതായത് ഫസ്റ്റ് അംശമായ ബലറാം, അദ്ദേഹം നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ശ്രീമതി രാധാറാണി, അദ്ദേഹം സ്വയം ഗദാധർ പണ്ഡിതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മഹാവിഷ്ണുവും മഹേശ്വരനും അദ്വൈതാചാര്യായിട്ട് അവതരിച്ചിട്ടുണ്ട്. ആൻഡ് നാരദ മുനി, അദ്ദേഹം ശ്രീവാസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ശ്രീ കൃഷ്ണ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഗദാധർ പണ്ഡിറ്റ്, അദ്വൈതാചാര്യ, ശ്രീവാസ് ഠാക്കൂർ, ഈ 5 പേരാണ് പഞ്ചതത്വ എന്ന് പറയുന്നത്. നമുക്ക് ഏത് സമയം എന്തൊക്കെ മറന്നു പോയാലും ഈ 5 പഞ്ചതത്വയുടെ പേര് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ചാൻറ്റിങ് തുടങ്ങുന്നതിന് മുൻപ് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസവി ഗൗര ഭക്തവൃന്ദ, ഈ ശ്ലോകം എപ്പോഴും പറയാറുണ്ട്. ഓരോരോ മാല ജപിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ മന്ത്രം പറയണം. സോ ഈ പഞ്ചതത്വ മഹാമന്ത്രമാണിത്. അപ്പോ നമുക്ക് ഈ 5 പേരുടെ നാം എപ്പോഴും മനസ്സിലുണ്ടാവണം. സോ അതിലെ ഒരാളായ ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാ ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? ബിക്കോസ് നാളെ മറ്റന്നാൾ, അതായത് 27-ാം തീയതിയാണ് ഗദാധർ പണ്ഡിറ്റിന്റെ ആവിർഭാവ തിഥി. അതായത് അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ച ആ ഒരു ദിവസം, ആ ഒരു തിഥി, അത് ഈ വൈശാഖ മാസത്തിന്റെ അമാവാസ്യ തിഥിയാണ്. അപ്പൊ അന്ന് നമുക്ക് എല്ലാവർക്കും ഇന്നും ഈ ഒരു അവസരം ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു തിഥി വരുമ്പോ, അതായത് ഡേ ആഫ്റ്റർ ടുമോറോ, ആ തിഥി വരുമ്പോ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനും അതിനോട് പ്രാർത്ഥിക്കാനും കഴിയും. സോ അന്ന് ആ ദിവസം 27-ാം തീയതി നമ്മൾ എപ്പോഴും ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പുകഴ്ത്താനുള്ള ശ്ലോകങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കണം. മായാപൂരിൽ പഞ്ചതത്വ വിഗ്രഹമുണ്ട്. അപ്പോ അതില് ഗദാധർ പണ്ഡിറ്റിന്റെ വിഗ്രഹം താഴെ കൊണ്ടുവന്നിട്ട് അഭിഷേകം ചെയ്യും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ആ അഭിഷേകം ഒരു 11 മണിക്ക് തുടങ്ങും. അപ്പൊ എല്ലാവരും മായാപൂർ TV ലോഗിൻ ചെയ്താൽ നിങ്ങൾ എല്ലാവർക്കും ആ 11 മണിക്ക് അഭിഷേകം കാണാം. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സില് നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച്? ഗദാധർ പണ്ഡിറ്റ് എവിടെ അല്ല, ഗദാധർ പണ്ഡിറ്റിന്റെ അച്ഛന്റെ പേരെന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് ചെറിയ റീക്യാപ്പ് ചെയ്യും. ഗദാധർ പണ്ഡിറ്റിന്റെ അച്ഛൻ കുണ്ടരി വൈദ്യനിധി സംതിങ് അല്ല, കുണ്ടരി വൈദ്യനിധി സംതിങ്, ഗുരു ഗുരു പുണ്ടരീക വിദ്യാനിധി. എനിവേസ്, താങ്ക് യു പ്രഭു, നല്ല പോയിന്റ്. പുണ്ടരീക വിദ്യാനിധിയാണ് ഗദാധർ പണ്ഡിറ്റിന്റെ ഗുരു. ഓക്കെ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ശ്രീ മാധവ മിശ്ര. ഹരേ കൃഷ്ണ മാതാജി. മാധവ ആചാര്യ, ഗദാധർ പണ്ഡിറ്റിന്റെ ഗൗരാംഗ് പണ്ഡിറ്റ്, എന്താണ്, രണ്ടുപേരും അടുത്ത വീടാണ്. സജി ദേവി ചൈതന്യ പ്രഭുവിന്റെ മാതാവ്, ശ്രീവാസ ഠാകൂറിന്റെ മാതാവ് മാലിനി ദേവി. ഗൗരംഗ ജാനുവി തീരത്ത് ഗദാധര പണ്ഡിറ്റ് അല്ലേ? ഹരേ കൃഷ്ണ. അതെ, അത് സന്ധ്യാർത്ഥിയാണ്. നിത്യാനന്ദ ബലറാം, ഗൗരംഗ പ്രഭു, കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. കൃഷ്ണൻ. ഓക്കെ, ഞാനത് എഴുതി വെച്ചതായിരുന്നു. തേർഡായിരുന്നു മാതാജി, എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടാറില്ല, അതുകൊണ്ടാ. ഹരേ കൃഷ്ണ, സോറി. മാതാജി പറഞ്ഞതുപോലെ പണ്ഡിത്തും ഗൗരംഗ മഹാപ്രഭു, നമ്മുടെ ചൈതന്യ മഹാപ്രഭുയുടെ വീടും അടുത്തടുത്തായിരുന്നു. ഓക്കെ, പിന്നെ ഗദാധർ പണ്ഡിറ്റ് ചെറുപ്രായം തൊട്ട് എങ്ങനെയാണ് വളരെ വിഷമൊക്കെ ചെയ്ത് കഴിച്ചോണ്ട് അങ്ങനെയായിരുന്നു, അതോ വളരെ സൈലന്റ് ആയിട്ട്
വളരെ നല്ല കുട്ടിയായിരുന്നു. ഉം ഹരേഷ്ണ മാതാജി ശക്തനായ ഗദാധര പണ്ഡിറ്റ് ബ്രാഹ്മണനായിരുന്നു. പാട്ട് പാടും. ഗദാധര എന്താ പറയാ, ഗദാധര പണ്ഡിറ്റ് പാട്ട് നല്ലപോലെ പാടും. പക്ഷെ ശാന്ത സ്വഭാവമുള്ളതാണ്. പിന്നെ ഗദാധര പണ്ഡിറ്റ് 18 വർഷം ജഗന്നാഥപുരിയില് ഉം ജഗന്നാഥപുരിയില് പിന്നെ ജഗന്നാഥ ടാക്കൂർ ഗോസ്വാമി ഇതൊക്കെ എഴുതിയിട്ടുള്ളൂ മാതാജി. ഞാൻ നിറയെ എഴുതിയിട്ടില്ല. ഹരേ കൃഷ്ണ. പാട്ട് പാടും, അതറിയാം. ഉം. എന്ത് പാട്ട്? ഗദാധർ പണ്ഡിറ്റ് പാട്ട് നന്നായിട്ട് പാടും, ശരിയാ. പക്ഷെ എന്ത് പാട്ട് അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നേരെ താമസിച്ചപ്പോ അപ്പോ അവിടെ ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗദാധർ പണ്ഡിറ്റ് അവിടെ സ്റ്റേ ചെയ്തത്, മഹാപ്രഭുയുടെ കൂടെ ഉണ്ടാവണം എന്ന് വെച്ചിട്ട്. അപ്പോ ചൈതന്യ മഹാപ്രഭു എവറി ഡേ അദ്ദേഹം ജഗന്നാഥ് സ്വാമിനെ ദർശനം ചെയ്തിട്ട്, അമ്പലത്തിൽ ജഗന്നാഥനെ ദർശനം ചെയ്തിട്ട് അദ്ദേഹം ഗദാധർ പണ്ഡിത്തിന്റെ വീട്ടിലേക്ക് വരും. ഗദാധർ പണ്ഡിറ്റ് എവിടെയാ താമസിച്ചിരുന്നത്? പൂരിയില്. ഞാനൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ. യമേശ്വർ തോട്ട. അവിടെ യമേശ്വർ മഹാദേവന്റെ അമ്പലമുണ്ട്. അതിന്റെ അടുത്തുള്ള ഒരു ഉദ്യാനം, ഒറീസ ലാംഗ്വേജിൽ ഉദ്യാനത്തിന് തോട്ട എന്ന് പറയും. അതുകൊണ്ട് സ്ഥലത്തിന്റെ പേര് യമേശ്വർ തോട്ട. അവിടെയാണ് ഗദാധർ പണ്ഡിറ്റ് താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ മഹാപ്രഭു വന്നിട്ട് എന്ത് ചെയ്യായിരുന്നു? മഹാപ്രഭുവും ഗദാധർ പണ്ഡിറ്റും എന്താ പറഞ്ഞ കേട്ടില്ല ഞാന്. ചൈതന്യ മഹാപ്രഭുവും ഗദാധർ പണ്ഡിറ്റും യമേശ്വർ തോട്ടയിൽ വെച്ചിട്ട്, അതായത് ഗദാധർ പണ്ഡിറ്റിന്റെ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അത് അറിയുന്നില്ല മാതാജി. സങ്കീർത്തനം. സങ്കീർത്തനയജ്ഞം അല്ല. ആർക്കും ഓർമ്മയില്ല? പൂരിയിൽ വെച്ചിട്ട് ഗദാധർ പണ്ഡിറ്റിന്റെ വീടിന് എന്താ മാജി കേട്ടില്ലേ? മാതാജിനെ പറയുന്നത് ആർക്കും ഓർമ്മയില്ല. ഭാഗവതം ഒരുമിച്ച് വായിക്കായിരുന്നു. ചൈതന്യ മഹാപ്രഭു ദിവസം വന്നിട്ട്, അതായത് ഭഗവാൻ ശ്രീ കൃഷ്ണനും ശ്രീമതി രാധാറാണിയാണ് സ്വയം. അതായത് ചൈതന്യ മഹാപ്രഭു കൃഷ്ണറാണ്, ഗദാധർ പണ്ഡിറ്റ് ശ്രീമതി രാധാറാണിയാണ്. അപ്പോ ഈ കലിയുഗത്തിൽ അവർ ഗൗരംഗ മഹാപ്രഭു ഗദാധർ പണ്ഡിറ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ഗൗരംഗ മഹാപ്രഭു ജഗന്നാഥ് സ്വാമിനെ അമ്പലത്തിൽ കണ്ടിട്ട് അദ്ദേഹം ഗദാധർ പണ്ഡിറ്റിന്റെ വീട്ടിലേക്ക് വരും എവറി ഡേ. വന്നിട്ട് അവർ ഒരുമിച്ച് മണിക്കൂറോളം ഒരുമിച്ച് ഇരുന്നിട്ട് ശ്രീമദ് ഭാഗവതം വായിക്കായിരുന്നു, ഭാഗവതം ചർച്ച ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഗദാധർ പണ്ഡിറ്റ് നന്നായിട്ട് പാടും. ഓരോരോ ഭാഗവതത്തിന്റെ ശ്ലോകമും മോർ ദാൻ 10 രാഗം, 10 ഡിഫറെന്റ് ട്യൂൺ, 10 ഡിഫറെന്റ് രാഗത്തിൽ ഓരോരോ ഭാഗത്തിന്റെ ശ്ലോകമും പാടുമായിരുന്നു. അത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വളരെ ഇഷ്ടമായിരുന്നു. ആൻഡ് അവർ ഇങ്ങനെ എപ്പോഴും ഭാഗവതം വായിക്കുമ്പോ ചൈതന്യ മഹാപ്രഭു വരും, ഗദാധർ പണ്ഡിറ്റ് പറയും, നമുക്ക് ഭാഗവതം വായിക്കാം, നീ ഭാഗവതം പാടും, ഞാൻ കേൾക്കാം. അപ്പോ ഗദാധർ പണ്ഡിറ്റ് എന്ത് ചോദിക്കും? ഭാഗവതം 12 സ്കന്ധം അല്ലേ, അപ്പോ ഇതില് ഏത് സ്കന്ധം, ഏത് സെക്ഷനാണ് ഞാൻ പാടേണ്ടത്? അപ്പൊ മഹാപ്രഭു എന്ത് പറയും? ധ്രുവ ചരിത്രവും പ്രഹ്ലാദ ചരിത്രവും.
അപ്പൊ ഈ പ്രഹ്ലാദ് മഹാരാജിന്റെ കഥാവും ധ്രുവ മഹാരാജിന്റെ കഥാവും ഭാഗവതത്തിന് ഗൗരംഗ മഹാപ്രഭുവും ഗദാധർ പണ്ഡിത്തും ഒരു 1000 വട്ടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ 2 ചരിത്രവും നമ്മുടെ ഭാഗവതത്തിൽ. ധ്രുവ മഹാരാജും പ്രഹ്ലാദ് മഹാരാജും നമുക്ക് ഭക്തന്മാരൊക്കെ അത് തിരിച്ച് വായിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും ഫുള്ളായിട്ട് ആ സെക്ഷൻ നമുക്ക് വി ഷുഡ് ഹാവ് റെഡ്. അതായത് ശ്ലോകം, അനുവാദം, പർപ്പോട്ട് എല്ലാം കൂടി നമുക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ സെക്ഷൻ നമുക്ക് വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ധ്രുവ മഹാരാജ്, പ്രഹ്ലാദ് മഹാരാജ് ചരിത്രം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിന്റെ റീക്യാപ്പ് ഞാൻ തരാം. സോ ഗദാധർ പണ്ഡിറ്റ് സ്ഥലത്തിൽ അദ്ദേഹം ജന്മമെടുത്തു, മാധവ മിശ്രയുടെ മോനായിട്ട്. പിന്നെ അവിടുന്ന് നവദ്വീപ് ധാമിലേക്ക് ശ്രീ ഗൗരംഗ മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു വീടിന്റെ അടുത്ത് തന്നെ ഇവരും വീട് വെച്ചു. ആൻഡ് ചെറുപ്രായം തൊട്ട് അദ്ദേഹം കളിക്കാനൊന്നും അത്രയ്ക്ക് പോവില്ല. എപ്പോഴും വളരെ ശാന്തമായിട്ട് ഭക്തിയിൽ വളരെ അഡ്വാൻസ് ആയിരുന്നു ഗദാധർ പണ്ഡിറ്റ്. ചെറുപ്രായം തൊട്ട് തന്നെ കൃഷ്ണഭക്തിയിൽ ഉണ്ടായിരുന്നു. മഹാവൈഷ്ണവൻ ശ്രീവാസ് ഠാക്കൂർ, ഞാൻ പറഞ്ഞതുപോലെ ഗദാധർ പണ്ഡിത്തും ചൈതന്യ മഹാപ്രഭുയുടെ പ്രായവും ഒന്നായിരുന്നു. സെയിം ഏജ്, 1 or 2 years യങ്ങർ ഓൾഡർ അങ്ങനെ. പക്ഷെ ശ്രീവാസ് ഠാക്കൂർ, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ ഒക്കെ വളരെ പ്രായമുള്ള വ്യക്തികളായിരുന്നു. അതായത് ചൈതന്യ മഹാപ്രഭു ഗദാധർ പണ്ഡിത്തിന്റെ അച്ഛനെ പോലെ അതുപോലെ. സോ ഗദാധർ പണ്ഡിറ്റ് ശ്രീവാസ് ഠാക്കൂറിന്റെ അടുത്ത് പോയിട്ട് അവിടെ എല്ലാ സേവയും ചെയ്ത് ഭക്തി ചെയ്യായിരുന്നു. ആൻഡ് അതുപോലെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഗൃഹസ്ഥ ജീവിതം ചെയ്യായിരുന്ന സമയത്ത് ഗയാ പോയിട്ട് അവിടെ ദീക്ഷ മേടിച്ചിട്ട് വരുമ്പോഴാണ് ഒരു 16 വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹം ഹരേ കൃഷ്ണ സങ്കീർത്തൻ മൂവ്മെന്റ് തുടങ്ങിയത്. അപ്പോഴാണ് അദ്ദേഹം ഒരു പ്യൂർ ഡിവോട്ടിയാണ് എന്ന ആ ഒരു വിഷയം ഇത്ര വർഷം അദ്ദേഹം കവർ ചെയ്ത് സൂക്ഷിച്ച് ആർക്കും അറിയാതെ വെച്ചിരുന്നു. പക്ഷേ ദീക്ഷ മേടിച്ച ശേഷം ഗയായിൽ ഈശ്വരപൂരി പാതിന് അടുത്തിന് ദീക്ഷ മേടിച്ച ശേഷം അദ്ദേഹം നോൺ സ്റ്റോപ്പ് എപ്പോഴും ഹരേകൃഷ്ണ നാമത്തിൽ പറയായിരുന്നു. അദ്ദേഹം ഒരു മഹാവൈഷ്ണവന്റെ അവതാരമാണ് എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോ അദ്ദേഹം തിരിച്ച് നവദ്വീപ് ധാമിലേക്ക് വന്ന ശേഷം ഗദാധർ പണ്ഡിറ്റ്, ശ്രീവാസ് ഠാക്കൂർ എല്ലാം മഹാപ്രഭുയുടെ കൂടെ ചേർന്ന് ഒരുമിച്ച് കീർത്തനം ചെയ്യാൻ തുടങ്ങി. പിന്നെ ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കാൻ തീരുമാനിച്ചു. സന്യാസം എടുത്തു. അപ്പൊ സന്യാസം എടുത്ത ശേഷം ഒരു സന്യാസിക്ക് അദ്ദേഹത്തിന്റെ ജന്മ നാടിൽ ഇരിക്കാൻ അലൗഡ് ഇല്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പൂരിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, നീ വളരെ ദൂരെ പോകണ്ട, എനിക്ക് നിന്റെ ന്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടി വളരെ അടുത്ത് തന്നെ താമസിക്കൂ പറഞ്ഞപ്പോ അദ്ദേഹം പൂരിയിൽ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് പ്രചാരവും ജഗന്നാഥന്റെ ദിവസവും കാണുന്നതും അങ്ങനെ ചെയ്തു. അപ്പോ ഗദാധർ പണ്ഡിത്തിന് ചൈതന്യ മഹാപ്രഭുയുടെ വിരഹം ഒട്ടും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹവും മഹാപ്രഭുയുടെ കൂടെ പൂരിയിൽ തന്നെ താമസിച്ചു. അപ്പോ ഗദാധർ പണ്ഡിറ്റ് മഹാപ്രഭുയുടെ കൂടെ ചെറുപ്രായത്തിലുണ്ടായിരുന്നു. മഹാപ്രഭുയുടെ കൂടെ തന്നെ വളർന്നു. മഹാപ്രഭു സന്യാസം എടുക്കുമ്പോൾ അദ്ദേഹവും പൂരി പോയിരുന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഒരു സമയവും പിരിയാതെ ഇരുന്ന ഒരു അസോസിയേറ്റ്, ഒരു ഫ്രണ്ട് ആയിരുന്നു ഗദാധർ പണ്ഡിറ്റ്. മറ്റു ആചാര്യന്മാരൊക്കെ മഹാപ്രഭുയുടെ കൂടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, കുറച്ച് സമയം അവർ അവിടെ നാട്ടിലുണ്ടായിരുന്നു, മഹാപ്രഭു കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗദാധർ പണ്ഡിറ്റ് എപ്പോഴും ഗൗരംഗ മഹാപ്രഭുയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ? ബിക്കോസ് ഗദാധർ പണ്ഡിറ്റ് ശ്രീമതി രാധാറാണിയുടെ അവതാരമാണ്. രാധാറാണി വളരെ ആഗ്രഹിച്ചു, എന്റെ മൂഡും എന്റെ ഭാവവും എന്റെ ഒരു ശരീരത്തിന്റെ കാന്തി, ശരീരത്തിന്റെ കളർ അത് എടുത്തോണ്ടാണ് ശ്രീകൃഷ്ണൻ ഗൗരംഗ മഹാപ്രഭുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ എന്റെ ആ ഒരു മൂഡും ഭക്തിയും അദ്ദേഹം എങ്ങനെ കാണിക്കുന്നുണ്ട്, എന്റെ മൂഡിൽ കൃഷ്ണൻ എങ്ങനെ ഉണ്ട് എനിക്ക് അടുത്ത് ഇരുന്ന് കാണണം. അതുകൊണ്ട് ഗദാധർ പണ്ഡിത്തിന്റെ രൂപത്തിൽ വന്നിട്ട്
അദ്ദേഹം എപ്പോഴും ഗൗരംഗ മഹാപ്രഭുയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും മഹാപ്രഭുവിന്റെ അടുത്ത് നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഗദാധർ പണ്ഡിറ്റ് മഹാപ്രഭുയുടെ കൂടെ തന്നെ എപ്പോഴും നിന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം അവിടെയാണ്. സോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഗദാധർ പണ്ഡിറ്റിന്റെ 2 ലീല കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തേത് എങ്ങനെ അദ്ദേഹം പുണ്ടരീക വിദ്യാനിധി എന്ന ഒരു മഹാവൈഷ്ണവനിന്ന് ദീക്ഷ മേടിച്ചു. പിന്നീട് ഗദാധർ പണ്ഡിറ്റ് പൂരിയിൽ താമസിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു വിഗ്രഹം കിട്ടി, ഗോപിനാഥ് വിഗ്രഹം. അപ്പൊ എങ്ങനെ ആ വിഗ്രഹം കിട്ടി, അദ്ദേഹത്തിന് എങ്ങനെ പൂജിച്ചു, ഈ 2 ലീല നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഗദാധർ പണ്ഡിറ്റ് നവദ്വീപിൽ ഉണ്ടായിരുന്ന സമയത്ത്, മായാപൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജന്മനാട്, അതായത് ചട്ടഗ്രാം ഇന്ന് ബംഗ്ലാദേശിന് ഒരു മഹാവൈഷ്ണവൻ പുണ്ടരീക വിദ്യാനിധി അദ്ദേഹം നവദ്വീപ് ധാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ മുകുന്ദ എന്ന ഒരു വൈഷ്ണവൻ കൂടി നവദ്വീപ് ധാമിൽ ഉണ്ടായിരുന്നു. ഈ മുകുന്ദാവും അതേ ആ ചട്ടഗ്രാമിൻ വാസിയായിരുന്നു, ചട്ടഗ്രാമിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോ നവദ്വീപിലാണ് താമസം. അപ്പൊ അദ്ദേഹത്തിന് ഈ പുണ്ടരീക വിദ്യാനിധിനെ അറിയാം, ഒരേ നാട്ടുകാരല്ലേ. അപ്പോ അദ്ദേഹം പുണ്ടരീക വിദ്യാനിധിന് വേണ്ടിയ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം ഗദാധർ പണ്ഡിറ്റിനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഗദാധർ, ഇന്ന് ഞാൻ നിന്നെ ഒരു മഹാവൈഷ്ണവന്റെ അടുത്ത് കൊണ്ടുപോകാം. ഇപ്പോ ഗദാധർ പണ്ഡിറ്റ് ജനിച്ച വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ചട്ടഗ്രാമിന്ന് മായാപൂരിലേക്ക് വന്നു. അദ്ദേഹത്തിന് അച്ഛൻ കൊണ്ടുവന്നു. അപ്പോ ഗദാധർ പണ്ഡിറ്റിന് ചട്ടഗ്രാമിലുള്ള വൈഷ്ണവർക്കൊക്കെ അവരുടെ നാട്ടുകാരൊക്കെ അറിയില്ല. ബിക്കോസ് അദ്ദേഹം ചെറുപ്രായം തൊട്ട് മായാപൂരിലാണ് വളർന്നത്. സോ പക്ഷെ മുകുന്ദ അങ്ങനെയാണ്. മുകുന്ദ കുറച്ച് പ്രായമായ വ്യക്തിയാണ്, അദ്ദേഹത്തിന് നാട്ടുകാരൊക്കെ അറിയാം. സോ ചട്ടഗ്രാമിന് വന്ന ഈ പുണ്ടരീക വിദ്യാനിധിയെ അദ്ദേഹത്തിന് അറിയാം. സോ അദ്ദേഹം ഗദാധർ പണ്ഡിറ്റിനെ പുണ്ടരീക വിദ്യാനിധിയുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ മുകുന്ദവും ഗദാധറും പുണ്ടരീക വിദ്യാനിധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ മുകുന്ദ പറയുന്നുണ്ട്, ഇദ്ദേഹം മഹാവൈഷ്ണവനാണ്, ഭാഗവതത്തിന്റെ എപ്പോഴും ഭാഗവതം ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കും, ഭഗവാൻ നാമം പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇതൊരു മഹാവൈഷ്ണവൻ. അപ്പൊ ഗദാധർ പണ്ഡിറ്റിന് വളരെ സന്തോഷമായി, എനിക്ക് എന്തൊരു നല്ല ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്, മുകുന്ദ പോലെ ഫ്രണ്ട് ആയാൽ ഇങ്ങനെ വേണം, എപ്പോഴും വൈഷ്ണവന്റെ സംഘത്തിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷം. അപ്പൊ അങ്ങനെ അവർ ഭഗവാനെ കുറിച്ചും ഭക്തരെ കുറിച്ചും സംസാരിച്ചുകൊണ്ടേ പോകുന്നുണ്ട്. പോയിട്ട് പുണ്ടരീക വിദ്യാനിധിയുടെ വീടിന്റെ അവിടെ എത്തുന്നുണ്ട്. എത്തി ഗദാധർ പണ്ഡിറ്റ് പുണ്ടരീക വിദ്യാനിധിയെ കാണുമ്പോ പുണ്ടരീക വിദ്യാനിധി വളരെ ഒരു ധനികനായിരുന്നു. അപ്പോ അദ്ദേഹം ഒരു നല്ല ഒരു കൗച്ച്, ഒരു സോഫായിനെ പോലെ ഒരു സാധനത്തിൽ ഇരിക്കുന്നുണ്ട്. അതിന് ചുറ്റും കുറെ കുഷൻസ്, പില്ലോസ് ഒക്കെ ഉണ്ട്. എല്ലാ സിൽക്കില് അതിന് കവറൊക്കെ തെച്ചിട്ട് വളരെ ഗോൾഡൻ ലേസ് ഒക്കെ വെച്ചിട്ട് വളരെ വളരെ സൂപ്പർ ഹൈ ക്വാളിറ്റി സിൽക്കില് അദ്ദേഹം കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വസ്ത്രമൊക്കെ സിൽക്കാണ്, വളരെ ഹൈ ക്വാളിറ്റി, വളരെ കാശുള്ള ഒരു ഡ്രസ്സാണ് അണിഞ്ഞിട്ടിരിക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ്? പുണ്ടരീക വിദ്യാനിധി. അപ്പൊ അദ്ദേഹത്തിന് നല്ല നീളമുള്ള കേശമുണ്ട്, അതില് നല്ല ഓയിൽ, നല്ല സെന്റഡ് ഓയിൽ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ റൂമിന്റെ അകത്ത് കയറിയാൽ തന്നെ ഒരു നല്ല മണം, സെന്റഡ് ഓയിൽ ഉണ്ട്. കൃഷ്ണ അപ്പൊ 1 minute. So വളരെ ലോങ് മാതാജി പുണ്ടരി വിദ്യാർത്ഥിയെ കാണാൻ പോയി. അവിടുത്തെ നല്ല സോഫയായിരുന്നു, അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു, കുഷ്യനുള്ളത്, മറ്റേ തലയാണി 2 സൈഡും തലയാണി പോലുള്ള കുഷ്യനുള്ള അങ്ങനെയുള്ളൊക്കെയാണ് മാതാജി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഉം. പിന്നെ പുണ്ടരീക വിദ്യാനിധി അണിഞ്ഞ ഡ്രസ്സും പ്യുവർ സിൽക്കാണ്. വളരെ നീളമുള്ള കേശമുണ്ട്. അതൊക്കെ നല്ല സെന്റഡ് ഓയിൽ, അതായത് മല്ലീന്റെ പൂക്കളൊക്കെ വെച്ച് എസെൻഷ്യൽ വളരെ ചെറിയ ബോട്ടിലേ കിട്ടിയുള്ളൂ. അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അതൊക്കെ വെച്ചിട്ട് ആ റൂമിൽ പോയത് നല്ലൊരു സ്മെല്ല്. പിന്നെ അവിടെ ലൈവ് മ്യൂസീഷ്യൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഗം കേൾപ്പിക്കാനായിട്ട് വീണവാദ്യമം, തബല, മൃദംഗം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വായില് വെറ്റില ചവയ്ക്കുന്നുണ്ട്, താമ്പൂലം അത് ചവയ്ക്കുന്നുണ്ട്. അതുപോലെ അവിടെ എല്ലാ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജ്യൂസും പ്രസാദവും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഗദാധർ പണ്ഡിറ്റിന് വളരെ ഷോക്കായി. വീട് തന്നെ വളരെ ഓപ്പുലന്റ് ആണ്. വലിയ വലിയ സ്ക്രീനും ഒരു രാജാവിന്റെ കൊട്ടാരം പോലെ. ഇദ്ദേഹം ഒരു ഒരു യുവരാജാവിനെ പോലെ ഉണ്ട്. അപ്പൊ ഗദാധർ പണ്ഡിറ്റിന് ഒരു മനതിൽ ഒരു സംശയം, ഇത് എന്താ ഒരു ശുദ്ധ ഭക്തനെ കാണിക്കാൻ എന്നെ മുകുന്ദ എന്നെ കൊണ്ടുവന്നു. പക്ഷെ ഇദ്ദേഹത്തിനെ കാണുമ്പോ ഒരു പ്രോപ്പർ ഭൗതികവാദി, അതായത് പ്രോപ്പർ ഒരു ഈ ഭൗതിക ലോകം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിനെ പോലെ തന്നെ ഉണ്ടല്ലോ. സാധാരണ വൈഷ്ണവന്മാരൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്ത് ശരീരത്തിന് അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല. എപ്പോഴും ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ സേവ ചെയ്യായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ധനവും എല്ലാം വളരെ നല്ല നോക്കി നടത്തുന്ന ഒരു വ്യക്തിനെ പോലെയാണല്ലോ. വളരെ ഇദ്ദേഹം ഇങ്ങനെ ഒരു നല്ല വൈഷ്ണവനാം എന്ന ഒരു സംശയം ഗദാധർ പണ്ഡിറ്റിന്റെ മനസ്സിൽ വന്നു. അപ്പൊ മുകുന്ദ അദ്ദേഹം ഗദാധർ പണ്ഡിറ്റിന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോ മുകുന്ദ എന്ത് ചെയ്തു, ഗദാധർ പണ്ഡിറ്റിന്റെ സംശയം മാറ്റാൻ വേണ്ടി അദ്ദേഹം ഭാഗവതത്തിന് ഒരു ശ്ലോകം പാടാൻ തുടങ്ങി. എന്ത് ശ്ലോകം? 3rd canto 3ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ഉദ്ധവൻ വിതുരരോട് ഒരു ശ്ലോകം പറയുന്നുണ്ട്. അഹോ ബകീയം സ്തനകാലകൂട്ടം ജിഘാംസയാപായയദപ്യ സാധ്വി ലേവേ ഗതിർ ധാത്രി ഉചിതം പദോന്യത് കംവാ ദയാലും ശരണം പ്രപദ്യേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? ഉദ്ധവൻ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു ദയാളു ആയ ഒരു വ്യക്തി, ഇതുപോലെ ദയാസാഗരം, ഇതുപോലെ കരുണാമൂർത്തി ഞാൻ വേറെ എവിടെ പോകും? ഇതുപോലെ ഒരു കരുണാമൂർത്തിന്റെ ശരണം എനിക്ക് എന്താ കിട്ടാത്തത്? ഏത് രീതിയിൽ കരുണാമൂർത്തി? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണർ അഹോ ബക്കീയം, ബക്കി അതായത് ഒരു അസുരി രാക്ഷസി, അതായത് പൂത്തന. അവള് ഭഗവാനെ പാല് കൊടുത്ത് കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അഹോബകീയം സ്തനകാല കൂട്ടം ജിഘാംസയാ അസാധ്വി, സാധു അല്ല. അവൾ കാണാൻ സാധുവിനെ പോലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സാധു അല്ല, രാക്ഷസിയാണ് അവൾ. കാലക്കൂട്ട വിഷം ധരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഭഗവാനെ കൊല്ലാൻ വേണ്ടി. അപ്പോ പക്ഷേ ആ ഒരു ചിന്തയോട് വന്നാലും അവൾ പാല് കൊടുത്തു എന്ന ഒരു കാരണത്തിന് വേണ്ടി അവൾ സേവ ചെയ്തു എന്ന് ഭഗവാൻ തീരുമാനിച്ച് അവൾക്ക് ധാത്രി പദം, അതായത് അമ്മയുടെ സ്ഥാനം ഗോലോക വൃന്ദാവനിൽ കൃഷ്ണൻ തന്നു. അവളുടെ ജീവിതം എടുത്ത ശേഷം, അവൾ മരിച്ച ശേഷം അവളുടെ ആത്മാവിന് ഗോലോകധാമിൽ യശോദ ദേവിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഭഗവാൻ ഒരു സ്വരൂപം തന്നു. അപ്പോ യശോദ മാതാവിനെ പോലെ തന്നെ ഒരു അമ്മയായിട്ട്, ഒരു നഴ്സായിട്ട് അങ്ങനെ ധാത്രി പദം തന്നു. അപ്പോ ഇതുപോലെ ഒരു കൊല്ലാൻ വേണ്ടിയുള്ള ആഗ്രഹവും കൊല്ലാൻ പ്രയാസവും ചെയ്ത ഒരു വ്യക്തിക്ക് അതിലെ ചെറിയ ഒരു നന്മ കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു ധാത്രി പദം, ഒരു അമ്മയുടെ സ്ഥാനം കൊടുത്തു. അപ്പൊ ഇതുപോലെ ഒരു കരുണാമൂർത്തി വേറെ എവിടെ ഉണ്ടാവും? അഹോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറക്കെ വിളിക്കുന്നുണ്ട്, ഹേ കൃഷ്ണ, ഇങ്ങനെ ഒരു കരുണാമൂർത്തി ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോ കംവാദയാലും ശരണം വ്രജേർന്ന. അപ്പൊ ഇതുപോലെ ഒരു കരുണാമൂർത്തിയുടെ അടുത്ത് എനിക്ക് എപ്പോ ശരണം കിട്ടും എന്ന് ഉദ്ധവൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകം മുകുന്ദ പാടിയപ്പോൾ പുണ്ടരീക വിദ്യാനിധി അത് കേട്ടപ്പോൾ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിൽ ഒരു മാറ്റം, അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് ചെയ്തു? സോഫയിൽ നിന്ന് എണീറ്റ്
അദ്ദേഹം ഹാ കൃഷ്ണ എന്ന് കരഞ്ഞ് പറയാൻ തുടങ്ങി. എന്നിട്ട് ഉറക്കെ പറയാൻ തുടങ്ങി, നീ എല്ലാവർക്കും ശരണം കൊടുത്തു, ഒരു ഒരു രാക്ഷസി പൂതനയ്ക്ക് പോലും ശരണം കൊടുത്തു, പക്ഷെ എനിക്കെന്താ നീ ശരണം കൊടുക്കാത്തത്? ഞാൻ എപ്പോഴാ നിന്റെ കരുണ എനിക്ക് എപ്പോ കിട്ടും എന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. വളരെ കരഞ്ഞിട്ട് അദ്ദേഹം ഭൂമിയിൽ ഉരുളാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വസ്ത്രം എവിടെ പോയി അദ്ദേഹം ആ സോഫയിലുള്ള തലകാണിയൊക്കെ കീറാൻ തുടങ്ങി. ആൻഡ് അവിടെ ഈ മൺപാത്രത്തിലൊക്കെ വെച്ച് ജ്യൂസൊക്കെ മൺപാത്രമൊക്കെ പൊട്ടിച്ചു. ഒരു ഒരു ക്ഷണത്തിൽ ആ റൂം എങ്ങനെ സുന്ദരമായിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് ഡെസ്ട്രോയ് ചെയ്തു. ഫുള്ള് ഒരു എല്ലാം പാത്രം ഉടഞ്ച് ഒരു ഒരു നല്ല റൂം പോലെ തന്നെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ചു നേരം മുൻപ് വളരെ സുന്ദരമായ ഒരു മുറി വളരെ ശീഘ്രം അത് എല്ലാം പൊട്ടിച്ചു. ആൻഡ് അദ്ദേഹം തന്നെ അദ്ദേഹം തൂയ കൃഷ്ണ ഭക്തിയിൽ പ്രേമയിൽ അദ്ദേഹം കരയാൻ തുടങ്ങി. ഭഗവാനെ ഓർത്ത് കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് ചോദിക്കായിരുന്നു, എന്താ എനിക്ക് കരുണ കിട്ടാത്തത്? അപ്പൊ ഇതാണ് ഭക്തന്റെ ഭാവം. ഭക്തൻ എപ്പോഴും ഭഗവത് സേവയിലുണ്ട്, ഭഗവത് പ്രേമയിലുണ്ട്. എന്നാലും അവര് എനിക്ക് ഭക്തി ഉണ്ട് എന്ന് തുറന്ന് കാണിക്കില്ല. എനിക്ക് ഭക്തി, ഞാൻ വളരെ ഹൈ ഭക്തനാണ്, എനിക്ക് ചാൻഡിങ്ങിൽ ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ അവർ പറയില്ല. അവർക്ക് ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാവും, അവർക്ക് ആ ഒരു പണിവുണ്ടാവും. അതുകൊണ്ട് അവർ എപ്പോഴും എൻ്റെ അടുത്ത് കൃഷ്ണ ഇല്ല, ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഭക്തി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ഇന്നും ടേസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഭഗവാന് വളരെ ഇഷ്ടമാണ്. അതായത് വളരെ അഹങ്കാരമായിട്ട് കാണിക്കാതെ അവർ അത് ഫോൾസ്ലി ചെയ്യുന്നില്ല. അതായത് എനിക്ക് ഭക്തി ഉണ്ട് പക്ഷെ ഞാൻ പറയാൻ പാടില്ല, എനിക്ക് ഭക്തി ഇല്ല എന്നേ പറയൂ, അങ്ങനെ അവർ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല. അവർക്ക് തന്നെ അവർ ഹൃദയത്തിൽ തന്നെ അവർക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ വളരെ ഒരു ലോ പേഴ്സൺ ആണ്. ഇതൊരു ഭക്തന്റെ ലക്ഷണമാണ്, ഈ ഹ്യൂമിലിറ്റി, ഈ ഒരു പണിവ്. അപ്പോ അത് പുണ്ഡിക് വിദ്യാർത്ഥിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, ഭഗവാനോട് വിരഹത്തിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അപ്പോ പെട്ടെന്ന് ഈ ഒരു ചേഞ്ച്, ആ ഭാഗവതത്തിന്റെ ശ്ലോകം കേട്ട് അദ്ദേഹം കൃഷ്ണപ്രേമയെ ലയിച്ച് അദ്ദേഹം ഇതൊക്കെ കാണിക്കൂട്ടിയപ്പോൾ ഗദാധർ പണ്ഡിതന് മനസ്സിലായി, ഞാൻ എന്തൊരു തെറ്റ് ചെയ്തു. വെറും അദ്ദേഹത്തിന് എക്സ്റ്റേണൽ, അദ്ദേഹത്തിന് ബഹിർ അവസ്ഥ കണ്ടിട്ട് ഞാൻ അദ്ദേഹം ഭക്തനല്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ സത്യത്തിൽ ഇന്റേർണലി അദ്ദേഹം ഇത്ര വലിയൊരു ഭക്തനാണ്. സത്യമായിട്ട് അദ്ദേഹം മനസ്സിൽ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ പുറത്തത് അത്രയ്ക്ക് കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു അപരാധം ചെയ്തു. അങ്ങനെ അദ്ദേഹം മനസ്സിൽ ഓർത്തപ്പോ അദ്ദേഹം മുകുന്ദോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു, പക്ഷെ ഇത്ര വലിയ അപരാധം ഞാൻ ചെയ്തു. ഇനി ഞാൻ ഈ അപരാധത്തിന് എന്ത് പ്രായശ്ചിത്തമാ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് ചെയ്യാം? അപ്പോ ഗദാധർ പണ്ഡിറ്റ് പറഞ്ഞു, ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തിനെ തന്നെ എന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചാലോ? അപ്പൊ എന്റെ അപരാധത്തിന്റെ പരിഹാരമാവില്ലേ? അപ്പൊ മുകുന്ദ പറയുന്നുണ്ട്, ശരിയാണ്, ഐഡിയ ആണ് ഇത്, ഞാൻ പുണ്ഡിക് വിദ്യാർത്ഥിയോട് പറയാം. അപ്പോ പിന്നെ കുറച്ച് നേരം കഴിയപ്പോ പുണ്ഡിക് വിദ്യാർത്ഥി ആശ്വാസപ്പെടുത്തി അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ ഇരുന്ന് ആശ്വാസമായ ശേഷം അദ്ദേഹം മുകുന്ദനെ കാണുന്നുണ്ട്. മുകുന്ദ വരൂ. അപ്പൊ മുകുന്ദ ഗദാധർ പണ്ഡിതനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുണ്ഡിക് വിദ്യാർത്ഥി, ഇത് ഗദാധർ പണ്ഡിതാണ്, എന്റെ സുഹൃത്താണ്, വളരെ നല്ല വൈഷ്ണവനാണ്, മാധവ മിശ്രയുടെ മോനാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഗദാധർ പണ്ഡിതനെ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയും, വളരെ ശാന്തമായ വളരെ മനോഹരമായ ഒരു പയ്യനായിരുന്നു. ആൻഡ് നല്ല വൈഷ്ണവനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ പുണ്ഡിക് വിദ്യാർത്ഥി ഗദാധരനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് അപ്പോ മുകുന്ദനോട് പറയുന്നുണ്ട് പുണ്ഡിക് വിദ്യാർത്ഥി, വളരെ സന്തോഷം, നീ എനിക്ക് ഇതുപോലെ ഒരു നല്ല വൈഷ്ണവനെ പരിചയപ്പെടുത്തി തന്നു. അപ്പൊ മുകുന്ദ പറയുന്നുണ്ട്, ഇദ്ദേഹം നിങ്ങളുടെ അടുത്തിന് ദീക്ഷ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പറയപ്പോൾ പുണ്ഡിക് വിദ്യാർത്ഥി വളരെ സന്തോഷം. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എന്റെ ഭാഗ്യമാണ് ഇതുപോലെ ഒരു ശിഷ്യൻ കിട്ടാനായിട്ട്.
ശ്രീമതി രാധാരണി തന്നെ സ്വയം ശിഷ്യനാവാൻ എന്ന് വെച്ചാൽ എന്തൊരു ഭാഗ്യമാണ്. ഇതുപോലെ അപ്പോ കൊണ്ട് വിദ്യാർത്ഥി പറയുന്നുണ്ട്, ഒരു നല്ല ഗുരുവും ഒരു നല്ല ശിഷ്യനും കിട്ടുന്നത് വളരെ അവരുടെ ഭാഗ്യത്തിന് ഒരു ലക്ഷണമാണ്. എനിക്കെന്തോ വളരെ അധികം ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ ഒരു നല്ല ശിഷ്യൻ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു നല്ല ദിവസമാണ് ഇന്ന്. ഈ വരുന്ന ഒരു നല്ല ദിവസത്തിൽ നല്ല തിഥിയിൽ ഞാൻ ദീക്ഷ കൊടുക്കാം എന്ന് അദ്ദേഹം ഗദാധർ പണ്ഡിതര് ദീക്ഷ കൊടുത്തു. ഇപ്പൊ ഇതിൽ പുണ്ഡരീക വിദ്യാനിധി കൃഷ്ണലീലയിൽ ആരാണ്? കൃഷ്ണലീലയിൽ പുണ്ഡരീക വിദ്യാനിധി മഹാരാജ് ഋഷഭാനു ആണ്. ആരാണ് മഹാരാജ് ഋഷഭാനു? ശ്രീമതി രാധാറാണിയുടെ പിത. സോ രാധാറാണിയുടെ പിത തന്നെ കൃഷ്ണ മഹാപ്രഭുയുടെ ലീലയിൽ പുണ്ഡരീക വിദ്യാനിധിയായിട്ട് വന്ന് രാധാറാണീനെ ദീക്ഷ കൊടുത്തു. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പുണ്ഡരീക വിദ്യാനിധിയെ കാണുമ്പോ ബാബ ബാബ എന്ന് വിളിക്കായിരുന്നു. ബാബ എന്ന് വെച്ചാൽ അച്ഛൻ, ബംഗാളിയിൽ. അപ്പോ ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാൻ ശ്രീ കൃഷ്ണൻ ശ്രീമതി രാധാറാണിയുടെ മൂഡ്. അതുകൊണ്ട് രാധാറാണിയുടെ മൂഡിൽ അദ്ദേഹം പുണ്ഡരീക വിദ്യാനിധിയെ കാണുമ്പോൾ ബാബ ബാബ എന്നെ വിളിക്കായിരുന്നു. സോ പുണ്ഡരീക വിദ്യാനിധി വളരെ ഒരു ശ്രേഷ്ഠനായ ഒരു ഭക്തനാണ്. അദ്ദേഹത്തിന്റെ കുറെ പേരുകളുണ്ട്. പുണ്ഡരീക വിദ്യാനിധി, വിദ്യാനിധി എന്ന ശബ്ദത്തിന് അർത്ഥമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാ വിദ്യയും ഉണ്ട്. നിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സോ വിദ്യാനിധി എന്നൊരു പേര്. വേറെ ഒരു പേര് അദ്ദേഹത്തിന് പ്രേമനിധി. പ്രേമ, കൃഷ്ണ പ്രേമ എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ നിധി ഇദ്ദേഹത്തിന് അടുത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് പ്രേമനിധി എന്ന ഒരു പേരുണ്ടായിരുന്നു. പിന്നെ ആചാര്യനിധി എന്ന് കൂടി വിളിക്കായിരുന്നു. സോ വളരെ ശ്രേഷ്ഠനായ ഭക്തൻ അദ്ദേഹമായിരുന്നു. മഹാപ്രഭുവിന്റെ വളരെ ക്ലോസ് ഗദാധർ പണ്ഡിത്തിന്റെ ഗുരു. സോ ഇങ്ങനെയാണ് ഗദാധർ പണ്ഡിറ്റ് ദീക്ഷ ലഭിച്ചത്. ആൻഡ് എപ്പോഴും പുണ്ഡരീക വിദ്യാനിധിയുടെ സേവ ചെയ്യുന്നത്. പുണ്ഡരീക വിദ്യാനിധി ഇടയ്ക്കിടയ്ക്ക് പൂരിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെയും ഗദാധർ പണ്ഡിറ്റ് അദ്ദേഹത്തിന് സർവീസ് ചെയ്യായിരുന്നു. നമുക്ക് ഓക്കെ, ഓൾമോസ്റ്റ് സമയമായി. എന്നാലും നമുക്ക് ഈ നെക്സ്റ്റ് സെക്കൻഡ് ലീല കൂടി നമുക്ക് കേൾക്കാം. അപ്പോ ഗദാധർ പണ്ഡിറ്റ് പൂരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം യമേശ്വർ തോട്ടായിൽ അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നു. വളരെ സുന്ദരമായ ഉദ്യാനം ഉണ്ടായിരുന്നു. വീടിന്റെ ഓപ്പോസിറ്റ്, അതായത് വീടിന്റെ വാതിൽക്ക് ഓപ്പോസിറ്റ് ഒരു മണ്ണിന്റെ ഒരു ചെറിയ മല പോലെ ഉണ്ടായിരുന്നു. ഒരു മണലൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ മൗണ്ടൻ പോലെ ഉണ്ടായിരുന്നു. അതവിടെ ഉണ്ട്. അപ്പോ നമ്മുടെ ചൈതന്യ മഹാപ്രഭു പൂരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഹൈ ഭാവത്തിൽ പോകുമ്പോൾ അദ്ദേഹം ബഹിർ ലോകമൊക്കെ മറക്കും. അപ്പൊ ഞാൻ പൂരിയിലുണ്ട് ഇതൊക്കെ മറന്നു പോകും. അദ്ദേഹം കൃഷ്ണപ്രേമിൽ അത്രയ്ക്ക് ലയിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം വൃന്ദാവനിലാണ് എന്ന് അദ്ദേഹം വിചാരിക്കും. അപ്പോ അദ്ദേഹം ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഒക്കെ വൃന്ദാവൻക്ക് കണക്ട് ചെയ്യും. ഇപ്പൊ പൂരിയിൽ ബീച്ച് ഉണ്ട്, സമുദ്രമുണ്ട്. അപ്പൊ മഹാപ്രഭു കൃഷ്ണപ്രേമയിൽ ഉള്ള സമയത്ത് ബീച്ചിനെ കണ്ടാൽ അദ്ദേഹം യമുനാവാണ് എന്ന് വിചാരിച്ച് അതെല്ലാം കേറും. അതുപോലെ അദ്ദേഹം എല്ലാം വൃന്ദാവന്റെ ഒരു രീതിയിൽ തന്നെ കണ്ടിരുന്നു. അപ്പൊ ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ ലക്ഷണം. അദ്ദേഹം എല്ലാം ഭഗവാൻ കൃഷ്ണന്റെ കണക്ഷനിൽ കാണും. നമുക്കൊക്കെ ഇപ്പോ നമ്മളൊക്കെ റോഡിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ ഇത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ആലോചിക്കും. ഒരു നല്ല ഒരു ഡെക്കറേഷൻ ഷോപ്പ് ഉണ്ടായാൽ ആ നല്ല ഡെക്കറേഷൻ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ വീട് വെച്ചാൽ നമ്മുടെ വീട് നന്നായിട്ടുണ്ടാവില്ല എന്ന് തോന്നും. പക്ഷെ ഒരു പ്യുവർ ഡിവോട്ടി, ഒരു ഭക്തൻ ആ വഴി പോകുമ്പോൾ അതൊക്കെ കണ്ടാൽ, ഒരു പൂവിനെ കണ്ടാൽ എന്ത് തോന്നും? കൃഷ്ണനെ അലങ്കരിച്ചാൽ ഇത് എങ്ങനെ ഉണ്ടാവും? വൃന്ദാവനിൽ ഇതുപോലെ തന്നെ കുറെ ഡെക്കറേഷൻ ഐറ്റം ഉണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലും ഭഗവാനെ ഇതൊക്കെ തരാം. സോ ഒരു ഭക്തൻ എല്ലാം കൃഷ്ണന്റെ കണക്ഷനിൽ തന്നെ കാണും. അതുപോലെ മഹാപ്രഭു അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ഗദാധർ പണ്ഡിത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ അടുത്ത് ഈ ഒരു ചെറിയ മണലിന്റെ ഒരു മൗണ്ടൻ കണ്ടു. അത് കണ്ടപ്പോ അദ്ദേഹം ഇത് ഗോവർദ്ധൻ ആണ് എന്ന് വിചാരിച്ചു. നേരെ അടുത്ത് ഓടി ചെന്ന് അദ്ദേഹം ആ മണലൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് കുഴിയെ പോലെ കുഴിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്ത് അദ്ദേഹം ഗദാധരനെ വിളിച്ചു, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം വാ. അപ്പൊ ഗദാധർ പണ്ഡിറ്റ് അവിടെ വന്നു. കുറെ ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മഹാപ്രഭുവിനെ സഹായിച്ചു. അതൊക്കെ മണ്ണൊക്കെ എടുത്ത ശേഷം അവിടെ താഴെ കണ്ടാൽ ഒരു സുന്ദരമായ വലിയ വിഗ്രഹം ഭഗവാൻ കൃഷ്ണന്റെ.
കൃഷ്ണൻ മാത്രമല്ല, ലളിതാവും ശ്രീമതി രാധാറാണി 3 വിഗ്രഹങ്ങൾ കിട്ടി. കരുങ്കൽ കൊണ്ട് ചെയ്ത് വളരെ സുന്ദരമായ വിഗ്രഹം, വളരെ സുന്ദരമായ വിഗ്രഹം. ഇന്നും നമുക്ക് പൂരിയിൽ പോയി കണ്ടാൽ നമുക്ക് കാണാം. ബ്യൂട്ടിഫുൾ ഡേറ്റീസ്, നല്ല ഹൈറ്റ് ഉള്ള വിഗ്രഹം. മിനിമം ഒരു 5 അടിയെങ്കിലും ഉണ്ടാവും. 5 അടി രാധാറാണിയും ലളിതാവും ഒരു 3 അടി അങ്ങനെ ഉണ്ടാവും. 4 feet 5 feet tall deities. വളരെ സുന്ദരമായ വിഗ്രഹം, വളരെ ഡീപ്പ്, വളരെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ കാണുന്ന പോലെ. അപ്പൊ ഈ വിഗ്രഹം കണ്ടപ്പോ മഹാപ്രഭു പറഞ്ഞു, നോക്ക്, നിനക്ക് ഞാൻ ഗോപിനാഥിനെ ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ എത്ര ഒരു സ്പെഷ്യൽ ഡേറ്റിയാണ്. സ്വയം പ്രകാശിത വിഗ്രഹം, ആരും ചെയ്യിപ്പിച്ചിട്ടില്ല. അവിടെ സ്വയമായിട്ട് പ്രത്യക്ഷപ്പെട്ട വിഗ്രഹം. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കൈകൊണ്ട് ഗദാധർ പണ്ഡിറ്റ് സേവിച്ച വിഗ്രഹം. അപ്പൊ ആ വിഗ്രഹത്തിന് ഗദാധർ പണ്ഡിറ്റ് വീട്ടിൽ വെച്ച് വളരെ ഗ്രാൻഡ് ആയിട്ട് ഒരു അഭിഷേകമൊക്കെ വെച്ച് പ്രതിഷ്ഠ ചെയ്തു. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ് 18 വർഷം പൂരിയിൽ ഉണ്ടായിരുന്നപ്പോ ആ വിഗ്രഹത്തിന് സേവ ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്തം വരെ ആ വിഗ്രഹത്തിന് സേവ ചെയ്തു ഗോപിനാഥ്. ആൻഡ് ഗദാധർ പണ്ഡിറ്റ് വളരെ കുക്കിംഗ് ഒക്കെ അവരൊക്കെ എന്ത് ഭിക്ഷ ചെയ്ത് എന്ത് കിട്ടിയാലും അത് കഴിക്കായിരുന്നു. സോ ഭിക്ഷ ചെയ്ത് എന്ത് കിട്ടുമോ അത് കുക്ക് ചെയ്ത് ഭഗവാനാണ് ഓഫർ ചെയ്യുന്നു. ഇപ്പോ മഹാപ്രഭു പൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് നവദ്വീപിന് ഭക്തന്മാരൊക്കെ, ബംഗാൾ, മായാപൂർ, നവദ്വീപ്, ഇവിടുന്ന് ഭക്തന്മാരൊക്കെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് അവർ വർഷത്തിന് ഒരു പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് പൂരിയിലേക്ക് പോകും, ജഗന്നാഥിനെ കാണാനും ചൈതന്യ മഹാപ്രഭുവിനെ കാണാനും. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ഇട്ട് പോകുമ്പോ അവർ ഇവിടുന്ന് സ്പെഷ്യൽ റൈസ്, ധാന്യം, പിന്നെ ബംഗാൾ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവർ കൊണ്ടുപോകും. അവിടെ പോയിട്ട് ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭു കൊടുക്കുമായിരുന്നു, അവരൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് അങ്ങനെയുള്ള സ്പെഷ്യൽ റൈസ്, സ്പെഷ്യൽ ഓയിൽ, സ്പെഷ്യൽ പൾസസ്, സ്പെഷ്യൽ ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോ അതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത്, ഗദാധർ പണ്ഡിറ്റ് രാധാറാണി അല്ലേ, അപ്പൊ നല്ല കുക്കിംഗ് സ്കിൽസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായിട്ട് പാകം ചെയ്തിട്ട് അത് ഗോപിനാഥിന് ഓഫർ ചെയ്യും. പിന്നെ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഇതുപോലെ വൈഷ്ണവന്മാരെ വിളിച്ചിട്ട് ഗദാധർ പണ്ഡിറ്റ് ഗോപിനാഥിന്റെ പ്രസാദം അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. ഇതുപോലെ ഗോപിനാഥിന്റെ സേവ ഗദാധർ പണ്ഡിറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഞാൻ ഗോവിന്ദരാജൻ പ്രഭു അല്ലെങ്കിൽ അധികൃത പ്രഭുവിന് ടോട്ടോ ഗോപിനാഥിന്റെ ഫോട്ടോ അയക്കാം. പ്രഭു ഗ്രൂപ്പിലിട്ട് എല്ലാവർക്കും ഗോപിനാഥിനെ ദർശനം ചെയ്യാം. പൂരി പോയാൽ തീർച്ചയായിട്ടും കാണണം, വളരെ സ്പെഷ്യൽ ഡേറ്റി. സോ ഇങ്ങനെ ഗദാധർ പണ്ഡിറ്റ് അദ്ദേഹം ലീല ചെയ്തു. സോ മറ്റന്നാൾ 27th ഗദാധർ പണ്ഡിത്തിന്റെ ആവിർഭാവ തിഥിയാണ്. അപ്പോ ഒരു പാട്ട് കൂടി ഉണ്ട്, ഗദാധർ അഷ്ടകം എന്ന്. അതിന്റെ ലിങ്കും ഞാൻ പ്രഭുവിന് അയക്കാം. എല്ലാവരും അതിന്റെ ശ്ലോകമോ അതിന്റെ മീനിങ്ങോ മറ്റന്നാൾ വായിക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ മാതാജി, ഈ വിഗ്രഹം പുരിയിൽ എങ്ങനെ വന്നേ ഗോപിനാഥിന്റെ? അത് ആർക്കും അറിയില്ല, മഹാപ്രഭുവിന് മാത്രമേ അറിയൂ. ആർക്കും അറിയില്ല എന്താ ആ ഒരു മണലിന്റെ മലക്കീഴിൽ വിഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ അതിന് ഒരു ബാക്ക് സ്റ്റോറി പോലും ഇല്ല, എങ്ങനെ ഈ വിഗ്രഹം അവിടെ വന്നു. സോ എല്ലാവരും എന്താ പറയുന്നത്, ഗോപിനാഥ് ഗദാധർ പണ്ഡിത്തിന്റെ സേവ വേണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം സ്വയം തന്നെ അവിടെ പ്രകാശം ആയി. അപ്പോ ഗദാധര പണ്ഡിറ്റ് രാധാറാണിയായിട്ട് ഭഗവാനെ പിന്തുടരുന്നു, ഭഗവാൻ രാധാറാണിയെ പിന്തുടരുന്നു. സ്വയംഭൂ ആയിട്ട് അവതരിച്ചതാണ് പ്രഭു. ഹരേ കൃഷ്ണ.